നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, പരിഗണനയിൽ എടുക്കുക. ടെർബോയുടെ ഒരു വിശേഷങ്ങളാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, കാതലിൻ്റെയും നമ്മുടെ കണ്ണൂർ സ്ക്വാഡിൻ്റെയും വിജയാഘോഷം, സക്സസ് സെലിബ്രേഷൻ നടന്നു. അതിനകത്തെ പിന്നണി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും എല്ലാവരും പങ്കെടുത്തു. മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളാണ് രണ്ടും. അതുകൊണ്ട് മമ്മൂട്ടിയുടെ വൈഫ്, മമ്മൂട്ടിയുടെ മകൾ എല്ലാവരും പങ്കെടുത്തൊരു ചടങ്ങാണ്. ഈ ചടങ്ങിൽ ടെർബോയുടെ ഇന്നലെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും വന്നു. അതിനിടെ വൈശാഖ് സംസാരിച്ച ഒരിതിലൂടെ നമുക്ക് ആദ്യം ആ വൈശാഖ് സംസാരിച്ചൊന്ന് കേട്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. നമുക്കൊന്ന് കേൾക്കാം. സോറിയാണ് പറയാനുള്ളത്. കാരണം അത്രമേൽ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സിനിമയിലും ആരെയും ഇതുവരെ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ടില്ല. ഐ ആം സോ സോറി. കാരണം ഓക്കെ, ഇദ്ദേഹം പറയുന്ന ഇതാണ്, അതായത് വേറൊന്നുമല്ല, മമ്മൂക്ക സോറി. കാരണം വൈശാഖ് എന്ന് പറയുന്ന ഫിലിം മേക്കർ നമുക്കറിയാം, ഒരുപാട് മെഗാ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും നൽകിയാണ്. ഈ കഴിഞ്ഞ സമയത്ത് കുറച്ച് ഫ്ലോപ്പുകൾ വന്നതാണ്. അതായത് നമ്മുടെ വിശുദ്ധൻ അദ്ദേഹത്തിൻ്റെ നല്ലൊരു സിനിമ, എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. നമ്മുടെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊന്നാണ് വൈശാഖിൻ്റെ വിശുദ്ധൻ. പക്ഷേ അത് ഫ്ലോപ്പായി. പിന്നെ അതുപോലെ തന്നെ മോൺസ്റ്റർ, നൈറ്റ് ഡ്രൈവ്, ഇതെല്ലാം തിയേറ്ററിൽ വന്ന് ഫ്ലോപ്പായി പോയൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു OTT മാത്രം ഒരുക്കിയാൽ മതിയായിരുന്നു എനിക്ക് തോന്നിയൊരു സിനിമയാണ് ഇതെല്ലാം. അതിനകത്ത് നൈറ്റ് ഡ്രൈവ് അത്ര മോശമല്ലായിരുന്നു. മോൺസ്റ്റർ ഇച്ചിരി ഡിസാസ്റ്ററായി പോയി. അത് എടുക്കേണ്ട സിനിമ എല്ലാവരും നമുക്ക് തോന്നി. ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട സിനിമകളെല്ലാം നല്ലപോലെ കളക്ട് ചെയ്ത സിനിമയാണ്. അതിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത പടം നമുക്കറിയാം പുലിമുരുകനാണ്. എക്കാലത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നായിരുന്നു പുലിമുരുകൻ. പൂക്കരാജ ഫസ്റ്റ് പടമാണ്. മധുരരാജ, സീനിയേഴ്സ്, അങ്ങനെ എണ്ണം വെച്ച്, മല്ലു സിംഗ്, എല്ലാം ഗംഭീര സിനിമകളാണ്. അന്നേരം ഇദ്ദേഹം പറഞ്ഞത് ടെർബോ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ മമ്മൂട്ടി, അത് 104 ദിവസം അതിനകത്ത് ഷൂട്ടിംഗ് ഉണ്ട്. 104ാമത്തെ ദിവസമാണ് എൻ്റെ പാക്കപ്പ് വരുന്നത്. 104 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. മമ്മൂട്ടി അത്രയും ദിവസം ഷൂട്ട് ചെയ്യുന്ന സിനിമകളൊക്കെ വളരെ കുറവാണ്. തള്ളിയൊന്നും അല്ല അവർ പറഞ്ഞത്. മമ്മൂക്ക സോറി. കാരണം ഇത്രയും നാൾ ഫിലിം മേക്കിങ്ങിനിടയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ആക്ഷൻ സീക്വൻസുകൾ, ഏറ്റവും കൂടുതൽ ആക്ഷൻ സീക്വൻസ് മമ്മൂട്ടിയുടെ സിനിമകളിൽ എനിക്കൊന്ന് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ആക്ഷൻ സീക്വൻസ് എടുത്തേക്കുന്നതാണ്. അതിൻ്റെ റിസൾട്ടൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സിനിമ കാണുമ്പോഴേ അറിയത്തുള്ളൂ. പക്ഷേ രാവും പകലും ഇല്ലാതെ ഇത്രയും 73ാമത്തെ വയസ്സിലും അങ്ങനെ കഷ്ടപ്പെടുത്തി എൻ്റെ ഒരു സോറിയാണ് പറയുന്നത്. പക്ഷേ അതിനോട് മമ്മൂട്ടി ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ അത് ആക്ഷൻ സീക്വൻസ് 10-25 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഷൂട്ട് ചെയ്തു. അന്നേരം അത് വർക്കാവോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ അതിനുവേണ്ടി ഈ പ്രായത്തിൽ കഷ്ടപ്പെട്ടെന്നുള്ളത് നമുക്ക് കൈയടി കൊടുക്കേണ്ട സാധനമാണ്. കാരണം വേറൊന്നുമല്ല, രാവും പകലും ഇല്ലാതെ ഇതിനു വേണ്ടി അതൊരു എന്താണ് നമ്മൾ പറയത്തില്ല, അതിനോടുള്ള അസാധാരണമായ ഒരു അഭിനിവേശം, അതിനോട് ഭയങ്കരമായിട്ടുള്ളൊരു തീഷ്ണം, അത് അങ്ങനെയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ മോഹൻലാൽ സ്റ്റണ്ട് രംഗങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതി തോന്നും. അതുപോലെ കൊറിയോഗ്രാഫർ പറയുന്നതിനെക്കാട്ടി ഗംഭീരമായിട്ട് ചെയ്യും. മമ്മൂട്ടി എനിക്കൊന്ന് ആക്ഷൻ സീക്വൻസുകളിൽ അത്ര പെർഫെക്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് എങ്ങനെ വരുമെന്ന് നമുക്കറിയത്തില്ല. 70 വയസ്സിൽ 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കാണിക്കുന്ന അസാധാരണമായ പരീക്ഷണങ്ങൾ ഗംഭീര വിജയം എന്ന സ്ഥിതിക്ക് ആക്ഷൻ സീക്വൻസുകൾ എങ്ങനെ വരും എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രഡിക്റ്റബിളായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ സിനിമ വിജയിക്കണമെങ്കിൽ ഇതിനകത്ത് ആക്ഷൻ സീക്വൻസുകൾ നന്നായിരിക്കണം. അത് നന്നായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടെങ്കിൽ, മമ്മൂട്ടി ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഗംഭീര വിജയമാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ ക്രൂ മെമ്പേഴ്സ് എല്ലാ സിനിമയും കഷ്ടപ്പെടുന്ന പോലെ കാട്ടിൽ കൂടുതൽ ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ശാരീരികമായിട്ടൊക്കെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ ഇത് പറയുകയും ചെയ്തു. അന്നേരം നല്ല വിജയമായിട്ട് അതിന് ജൂൺ 13 തോന്നുന്നു ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. ആ ഡേറ്റിൽ സിനിമ വരും. ഇപ്പോൾ പറഞ്ഞാൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഗംഭീരമായി എല്ലാം വർക്കൗട്ടായ ഗംഭീര വിജയമാവും. എന്തായാലും നമുക്ക് ആശംസിക്കാം. നിങ്ങളുടെ കമൻസിൽ ഉറപ്പായിട്ട് ഇടുക. സൈനിങ് ഓഫ്.